പോലീസിനെയും നാട്ടുകാരെയും മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ സംഭവങ്ങൾക്ക് ഇന്നലെ കൊച്ചിയിലെ കുണ്ടന്നൂർ സാക്ഷ്യം വഹിച്ചു. കുറുവ സംഘാംഗമെന്ന് സംശയിക്കുന്ന ആൾ കൈവിലങ്ങുമായി ഇന്നലെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി ഓടി. പോലീസിനെ വെട്ടിച്ചാൽ കടന്നു കളഞ്ഞു. കരയിലും കായലിലുമായി ഏതാണ്ട് 4 മണിക്കൂറിലധികം നീണ്ട തെരച്ചിലിനൊടുവിൽ ഇയാളെ പോലീസ് അതിസാഹസികമായി കീഴടക്കി പിടികൂടി. നിങ്ങൾക്കറിയുന്ന പോലെ അയാൾക്ക് വിലങ്ങുണ്ടായിരുന്നു. അതുപോലെ അയാൾ ജെട്ടി മാത്രമേ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് നഗരത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യം പോലീസിനുണ്ടായിരുന്നു. എന്തായാലും ഈ സന്തോഷ് സെൽവൻ എന്ന ഈ ആളിനെ പിടികൂടിയതിനു ശേഷമാണ് നാട്ടുകാർക്ക് പോലും ശ്വാസം നേരെ വീണത്. ആ സംഭവത്തിൻ്റെ സമയവഴിയിലൂടെ 24-ൻ്റെ യാത്ര. വൈകിട്ട് 6:15 സ്ഥലം കുണ്ടന്നൂർ മേൽപ്പാലത്തിന് താഴെ സ്ലിപ്പ് റോഡ്. കുറേ നാളായി ഉറക്കം കെടുത്തുന്ന കുറുവാ സംഘത്തെ തേടിയെത്തിയത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ്. സമയം വൈകിട്ട് 6:20. കായലിനോട് ചേർന്ന് തമ്പിടിച്ച തമിഴ്നാട് സ്വദേശികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. താൽക്കാലിക ടെന്റിൽ തറയിൽ കുഴിയെടുത്ത് ടാർപോളിൻ മൂടിയ നിലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സന്തോഷ് സെൽവൻ എന്നയാളെ പോലീസ് കണ്ടെത്തുന്നു. ടെന്റിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി. സമയം വൈകിട്ട് 6:23. പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ച സന്തോഷിനെയും മണികണ്ഠനെയും പിടികൂടി പോലീസ് വിലങ്ങുവെക്കുന്നു. ടെന്റിലുണ്ടായിരുന്ന സ്ത്രീകൾ പോലീസ് ജീപ്പ് വളയുന്നതിനിടെ സന്തോഷ് സെൽവൻ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് കുറ്റിക്കാട് നിറഞ്ഞ ചതുപ്പ് പ്രദേശത്തേക്ക് ഓടിമറയുന്നു. സമയം വൈകിട്ട് 6:30. പ്രാഥമിക തിരച്ചിലിൽ സന്തോഷിനെ കണ്ടെത്താനായില്ല. മണ്ണഞ്ചേരി പോലീസ് കൊച്ചി സിറ്റി പോലീസിനെ വിവരമറിയിക്കുന്നു. സമയം രാത്രി 7:15. 75ഓളം പേരടങ്ങുന്ന പോലീസ് സംഘം സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങുന്നു. സമീപത്തെ റെയിൽവേ ട്രാക്ക് കൂടി കണക്കിലെടുത്ത് റെയിൽവേ പോലീസും RPFും തിരച്ചിലിൽ പങ്കാളികളാകുന്നു. സമയം രാത്രി 8:30. കായലിൽ ചാടിയോ എന്നറിയാൻ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘമെത്തി മുങ്ങിത്തപ്പുന്നു. കൈവിലങ്ങുള്ളതിനാലും അടിവസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ എന്നതിനാലും സന്തോഷ് സെൽവൻ അധിക ദൂരം പോകില്ല എന്ന കണക്കുകൂട്ടലിൽ പോലീസ് പ്രതിയെത്താൻ സാധ്യതയുള്ള കുണ്ടന്നൂർ, മരട്, നെട്ടൂർ, കുമ്പളം ഭാഗങ്ങളിൽ പോലീസിന്റെ റോന്തു ചുറ്റൽ. നിർഭാഗ്യകരമായൊരു കാര്യമായിപ്പോയി. പ്രതിയായാലും അന്വേഷിക്കട്ടെ. കാരണം നമ്മൾ ഇത്രത്തോളം ഒരു ഫൈൻഡിങ്സിൽ എത്തിയല്ലോ. പ്രതിയെ ധൈര്യത്തിൽ വന്ന് ചില ആളുകൾ രക്ഷിച്ചുകൊണ്ട് പോയതാണത്, രക്ഷപ്പെടുത്തിയതാണ്. നമ്മുടെ പോലീസിൻ്റെ അനാസ്ഥ ഉദാസീനത ഇതിൽ ഉണ്ടായിട്ടില്ല. പോലീസ് നിഗമനം തെറ്റിയില്ല. രാത്രി 10:20 സന്തോഷ് സെൽവൻ പിടിയിൽ. കായലോരത്തെ കലിങ്കിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു സന്തോഷ് സെൽവൻ. സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ച ഭാര്യ ജ്യോതി, അമ്മ പൊന്നമ്മ എന്നിവരും പിടിയിൽ. 24 കൊച്ചി. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി മനീഷ് മഹിപാലുണ്ട്. മനീഷ്, അവിടുത്തെ നാടകീയ രംഗങ്ങൾ അവസാനിച്ചോ? ആ സ്ത്രീകൾ മടങ്ങിപ്പോയോ? എന്താണ് ഇപ്പോൾ കാണുന്നത്? SKN ഇവർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പോലീസ് എന്താണെങ്കിലും ഇവരെ മാറ്റിയിട്ടുണ്ട്. ഇവർ പറയുന്ന കാര്യം വസ്തുതാവിരുദ്ധമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. യാതൊരു ലോജിക്കുമില്ല. ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് 8 കേസുകളിൽ പ്രതിയാണ് സന്തോഷ് എന്ന്. പക്ഷേ അതൊക്കെ തന്നെ കള്ളക്കേസാണെന്ന് പറയുന്നു. കേരളത്തിൽ പാല, പള്ളിക്കത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പോലീസ് കേസെടുക്കുകയും ജയിൽ ശിക്ഷയ്ക്ക് മുമ്പ് 3 മാസങ്ങൾക്ക് മുമ്പാണ് സന്തോഷ് സെൽവൻ ജയിൽ മോചിതനായതെന്ന് ഇവർ പറയുന്നുണ്ട്. മണികണ്ഠനെതിരെയും കേസുകളുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഈ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള കുറുവ മോഷണ കേസുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പൊതുജന മധ്യത്തിൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ പക്കൽ എന്തായാലും കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. കാരണം ഈ 2 പ്രതികളിലേക്ക് എത്തുന്നതിൽ പോലീസിന്റെ കയ്യിൽ, അതായത് ഈ സന്തോഷ് സെൽവത്തിനെ ആണെന്ന് മനസ്സിലാകുന്നത് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുള്ള ഒരു സ്റ്റില്ല് തയ്യാറാക്കിക്കൊണ്ട്, ഒപ്പം തന്നെ ഈ നെഞ്ചിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഭാര്യയുടെ പേര് ജ്യോതി എന്ന് എഴുതിയിട്ടുള്ള ഒരു ടാറ്റു കൂടി മനസ്സിലാക്കിയ ശേഷം അത് തമിഴ്നാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ടാറ്റു ധരിച്ച കുറ്റവാളിയെ സംബന്ധിച്ചുള്ള വിവരം തമിഴ്നാട് പോലീസ് നൽകുകയും പിന്നീട് ഇയാൾ ഈ എറണാകുളം ഭാഗത്ത് ഏതാനും മാസങ്ങളായി പാലത്തിനടിയിൽ ഈ ഉൾനാടൻ മത്സ്യബന്ധനം നടത്തുന്ന ഈ നാടോടികൾക്കൊപ്പം താമസിക്കുന്നുണ്ട്. അവർ അതിൽ ചില ആളുകൾ ഇത്തരത്തിൽ മോഷണം രാത്രികാലങ്ങൾ നടത്തുന്ന ആളുകളാണെന്നുള്ള വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രാവിലെ തന്നെ പോലീസ് സംഘം വളരെ അതീവ രഹസ്യമായി ഇവരുമായി പല സ്ഥലത്തും തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇവർ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എവിടെയോ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ. മനീഷ് മഹിപാൽ, ഞാൻ താങ്കളിലേക്ക് വരാം.